സിലോൺ മനോഹർ. സിലോൺ മനോഹർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നടനുണ്ടായിരുന്നു. വില്ലന, ഒരു ഭയങ്കര വില്ലന, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വില്ലന. അങ്ങനത്തെ ഒരു വില്ലൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു വില്ലന്മാരൊന്നും വരുന്നില്ല. ഈ സിലോൺ മനോഹർ ജനിച്ചത് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയിലാണ്. ശ്രീലങ്കക്കാരനാണ്. അദ്ദേഹം സിനിമയിലെത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആക്സിഡൻ്റായിട്ട് സംഭവിച്ചതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ചെന്നൈയിലേക്കിന്, ശ്രീലങ്കയിലത്തെ ആൾക്കാരൊക്കെ ചെന്നൈയിൽ വന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെന്നൈയിലെത്തിയതാണ്. ചെന്നൈയിലെത്തിയിട്ട് അങ്ങനെ ചെന്നൈയിൽ വെച്ചിട്ടുണ്ട് മൂപ്പര് ഒരു വലിയൊരു പോപ്പ് ഗായകനാവാൻ വേണ്ടിയിട്ട് മൂപ്പര് ആഗ്രഹമായിരുന്നു. അതിന് പോപ്പ് ഗായകനാകാനായിട്ട് മൂപ്പര് ഒരു പാട്ട് സെറ്റ് ചെയ്തെടുത്തു. മൂപ്പരനെ ട്യൂൺ ചെയ്തു. അങ്ങനെ ഒരു പാട്ട് മൂപ്പര് ചെന്നൈയിൽ വെച്ചിട്ട് ഇറക്കി. അത് സുരാങ്കിണിയ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് അദ്ദേഹം പാടിയതാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയിൽ ഹിറ്റാണ്, ഇന്ത്യയിൽ ഹിറ്റാണ്. അതൊരു സൂപ്പർ ഹിറ്റായ പോപ്പ് ഗായകനായിട്ട് മാറി അദ്ദേഹം. പക്ഷെ മൂപ്പര റൂട്ട് അതല്ലായിരുന്നു. ആ ഒരു പാട്ടോട് കൂടിയിട്ട് തന്നെ മൂപ്പര ആ പരിപാടി നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മൂപ്പര് സിനിമയിലേക്കുള്ള എൻട്രി വരുന്നത്. സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ നല്ല തടി, നല്ല ഹൈറ്റും ഭയങ്കര മുടിന് ഹൈലൈറ്റ്. അതൊരു ടോപ്പ് വെച്ച പോലെ തോന്നും. ശൂലം കുത്തി നിൽക്കുന്ന പോലത്തെ ഒരു മുടി കണ്ടാൽ നമ്മൾ തന്നെ ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ നമ്മളോട് പറയുന്നത് എന്താ ഈ സിലോൺ മനോഹറിൻ്റെ പോലെയുള്ള മുടി, പോയി മുടി വെട്ടെന്ന് പറയും. അതേപോലെ ഒരു മുടിന് മൂപ്പര്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൂപ്പര് ഒരു തേരോട്ട സിനിമയിൽ. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ശ്രീലങ്കൻ ഭാഷയിൽ, അങ്ങനെ സകല ഭാഷയിലും മൂപ്പര് വില്ലനായിട്ട് അങ്ങോട്ട് നിറഞ്ഞാടി അങ്ങോട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീലങ്കയിൽ തമിഴ് വംശജരുടെ കലാപം പുറപ്പെടുന്നത്. അപ്പോൾ മൂപ്പർക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി. അങ്ങനെ അപ്പോൾ സിനിമയും കുറഞ്ഞു. അപ്പോൾ അതോടുകൂടി മൂപ്പര് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് പോയി. അവിടെ കുറേ കാലം ലണ്ടനിൽ മൂപ്പര് ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് തിരിച്ചു വന്നത് അവിടെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളവിടെ കൂടി. സിനിമയും പാട്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് മൂപ്പര് പിന്നെ നമ്മൾ കാണുന്നത് തുറുപ്പുകുലാൻ എന്ന് പറഞ്ഞ മമ്മൂട്ടി പടത്തിലെ മൂപ്പര് പിന്നെ അവസാനമായി മലയാളത്തിൽ വന്ന് അഭിനയിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ഒരു രോഗിയായി. കിഡ്നി രോഗം മൂലം 2018 ജനുവരി 22 ആ വലിയ വില്ലൻ ശ്രീലങ്കക്കാരൻ സിലോൺ മനോഹർ മരിച്ചു. തച്ചോളി അമ്പു, മാമാങ്കം, ആവേശം, കഴുകൻ, കോളിളക്കം, തടവറ, പടയോട്ടം, ഇങ്ങനെ പോകും മൂപ്പര് ഹിറ്റ് പടങ്ങൾ. ജയൻ്റെ കൂടെയൊക്കെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി എന്നൊക്കെ പേര് ഒരുപാട് പടങ്ങൾ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു വില്ലനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെ പല വില്ലന്മാരും മരിച്ചുപോയി. നല്ല നല്ല വില്ലന്മാർ മരിച്ചുപോയി. ഇപ്പോൾ വരുന്ന വില്ലന്മാർക്കൊന്നും, പടുത്ത് കണ്ട വില്ലന്മാർക്കൊന്നും നമുക്കൊരു ജീവനില്ല. അത്യാവശ്യം സ്വല്പം ജീവൻ തോന്നിയത് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ പടത്തിൻ്റെ വില്ലനാണ്. അദ്ദേഹത്തിന് പിന്നെ അയാൾ കോടീശ്വരനാകാനും സിനിമയിൽ അഭിനയിക്കാനും അയാൾക്ക് വലിയ തിരക്കോ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വില്ലന്മാരുടെ നല്ല വില്ലന്മാരില്ലാണ്ടായിരിക്കാം മലയാളത്തിൽ. തമിഴിലും കുറവാണ്. പിന്നെ തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നൊക്കെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ദാരിദ്ര്യം മാറ്റണത്. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ നമ്മുടെ സിലോൺ മനോഹറിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങളെ നമ്മൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.